ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാം ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ PCOD PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു സ്ത്രീയിൽ എത്രത്തോളം മാറ്റം അല്ലെങ്കിൽ ഒരു കുട്ടികളിൽ എത്രത്തോളം മാറ്റമാണ് ഉണ്ടാക്കണമെന്ന് അവരുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് സ്വിച്ച് ഇട്ട പോലെ ചേഞ്ച് ആകുന്ന എന്നുള്ളത് നമുക്ക് സ്ത്രീകൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഒരുപാട് സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്. പിന്നെ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ഇത്രയും വെയിറ്റ് കൂടിയെന്ന്, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഇതെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. പക്ഷെ ഇതുകൊണ്ടും നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. അതാട്ടോ ഞാൻ പറയുന്നത്. ഇത് ഫാമിലിയുടെ ഒരു 4 പാക്കറ്റ് വരുന്ന ഒരു കോംബോയാണ്. ഇതിനകത്ത് 200 ഗ്രാം വീതമാട്ടോ ഓരോ സീഡ്സും ഉള്ളത്. അത്യാവശ്യം നല്ല പാക്കേജിങ് ആയിരുന്നു. എന്താ പറയുന്നത്, നമ്മൾ എടുക്കുമ്പോൾ വണ്ട് കടിച്ച പോലത്തെ സീഡ്സ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല പാക്കേജിങ്, നല്ല ക്വാളിറ്റിയുടെ സാധനമായിരുന്നു കേട്ടോ ഫാമിലിയുടേത്. എനിക്ക് നല്ല റേറ്റിംഗും ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. 400 ഗ്രാം 450 സംതിങ് രൂപയ്ക്കെങ്ങാനുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം നല്ല കാര്യമായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് മേടിച്ചതാണ്. പിന്നെ ചിയാ സീഡാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ അല്ലാതെ ഈ ചിയാ സീഡ്സ് പെട്ടെന്ന് ഈ വാട്ടർ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഈ അല്ലാതെ നോർമലി നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ടിലൂടെ ഉള്ളതും പിന്നെ ഇൻറ്റസ്റ്റൈനിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള ജലാംശം മൊത്തം ഇത് വലിച്ചെടുത്തിട്ട് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാകും. നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ന്യൂസസൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇന്ത്യക്ക് എഴുതുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സീഡ്സൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യുക, ചിയാ സീഡ് മാത്രം എന്ത് ചെയ്യുക, വെള്ളത്തിനകത്ത് നമ്മൾ 30 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻടേക്ക് ചെയ്യുക. ഇപ്പം എനിക്കറിയില്ല, നോർമലി ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എല്ലാവരും എന്താ പറയുന്നത്, റോസ്റ്റ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നില്ല. ഇത് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഏത് രീതിയിൽ വരുമ്പോൾ ഇത് റോസ്റ്റിംഗ് ആയോന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കും, എനിക്ക് അറിയാത്തത് കൊണ്ടാവാം. പക്ഷേ ഇത് ഇട്ടിട്ട് ഞാൻ കുറേ നേരം കൺഫ്യൂഷനായി, അയ്യോ ഇത് എപ്പോഴാണ് റോസ്റ്റ് ആവുക, ചൂടായാൽ മതിയോ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാനിത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് നോക്കി. മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരുന്നത്, നമ്മൾ ഈ കപ്പലണ്ടി നിലക്കട അതൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ ചൂടാക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരുമല്ലോ, അതുപോലത്തെ ഒരു സ്മെല്ല് വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി എന്താണ്, ഇതാണ് അതിൻ്റെ ഒരു പരിവായി വരുന്നത്. പിന്നെ ഈ ഇപ്പം പമ്പിങ് സീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറായിരിക്കും. ഈ പമ്പിങ് സീഡൊക്കെ ആ ഗ്രീൻ മാറിയിട്ടൊരു ബ്രൗണിഷ് കളറിൽ മാറും. അതുപോലെ തന്നെ സൺഫ്ലവർ സീഡാണെങ്കിലും അങ്ങനെ ഒരു ബ്രൗണിഷ് കളറാവും. പിന്നെ അതിനെക്കാട്ടിയും വലിപ്പം കുറവായതുകൊണ്ട് നോർമലി ഇതായി വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും ഫ്ലാക്സ് സീഡ്സും ഓബ്വിയസ്ലി അതങ്ങനെ തന്നെ ആയി റോസ്റ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ നന്നായിട്ട് ചെയ്തപ്പോൾ കണ്ടോ ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ ഞാൻ കുറച്ചെടുത്ത് കടിച്ചൊക്കെ നോക്കിയായിരുന്നു. പിന്നെ കറുത്ത എള്ളാട്ടോ യൂസ് ചെയ്യുന്നത്. കറുത്ത എള്ള ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കറുത്ത എള്ള ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് നമ്മുടെ തലയ്ക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിക്ക് നന്നായിട്ട് ഗ്രോത്ത് ചെയ്യാനായിട്ട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എള്ള് മേടിച്ചത്. ഇത് 100 ഗ്രാം വീതമാണ് ഞാൻ എല്ലാം എടുത്തേക്കുന്നത്. അപ്പം കറുത്ത എള്ള് 100 ഗ്രാം ആയതുകൊണ്ടാട്ടോ ബാക്കിയെല്ലാം ഞാൻ 100 ഗ്രാമായിട്ട്, അത് ഞാൻ ചെറിയൊരു നമ്മുടെ ഈ പേപ്പർ ഗ്ലാസ്സിനകത്ത് അളന്നിട്ട് അങ്ങനെയാട്ടോ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്വാണ്ടിറ്റി എനിക്ക് ആ 100 ഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് കറുത്ത എള്ള് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് സ്റ്റെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, മറ്റേതൊക്കെ ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും ചൂടാക്കി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പിടി കറിവേപ്പില, കാരണം ഒരുപാട് കറിവേപ്പില ഫ്ലേവർ വന്നു കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി തലയ്ക്ക് ഒരു ആ സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പിടി കറിവേപ്പിലയും 2 ഏലക്കായും കൂടെ പൊടിച്ചിട്ടുണ്ട്. കാരണം ഒരു മണത്തിന് വേണ്ടി എനിക്ക് ഏലക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ മണത്തിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ട് ഇത് ഞാൻ സെപ്പറേറ്റ് ഇട്ടാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. കാരണം ഒന്ന് തണുത്തതിന് ശേഷം സെപ്പറേറ്റ് പൊടിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ക്വാണ്ടിറ്റിയുടെ ഇതൊക്കെ അത്രയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ഇട്ട് പൊടിച്ചു. ഇത് കണ്ടോ, ഇപ്പം ഒരു 3-4 പ്രോഡക്റ്റ് ഞാൻ 100 ഗ്രാം വീതം എടുത്തതാണ് ഇത്രയും പൊടിച്ചത്. ഞാൻ എടുത്തേക്കുന്ന ബൗളിൽ ഞാൻ വിചാരിച്ചു നിറഞ്ഞു പോകുന്നതിന് ശേഷം ഭാഗ്യത്തിന് അതിനകത്തുള്ളതേ കിട്ടിയിട്ടുള്ളൂ. അതൊരു 500 ഗ്രാമിൻ്റെ 500 അത്രയ്ക്ക് ഉണ്ടാവും.
ഇത്രയും സാധനം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതാണ്. സ്മെല്ലും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈന്തപ്പഴമായിട്ട് മിക്സ് ചെയ്തിട്ട് ബൗളാക്കിയിട്ട് അരിയുണ്ട പോലെയോ എള്ളുണ്ട പോലെയൊക്കെ കഴിക്കുക. അങ്ങനെ കഴിച്ചാലും മതി. അത്യാവശ്യം നല്ല ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് ഒരുപാട് എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനും ഒരു എന്താ പറയുക 10 മടങ്ങ് ശക്തിയുണ്ട് ഇതിന് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത്